നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ വീട് എവിടെയാ അമ്മേ? നമുക്ക് വീടില്ല മോനെ. അപ്പോ അമ്മ എവിടെ താമസിക്കുന്നേ? എത്ര പണം ചെലവാക്കിയ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വിടുന്നറിയോ? പണം ചെലവാക്കിയ മാത്രം പോരാ, നല്ല സംസ്കാരം കൂടി പറഞ്ഞു കൊടുക്കണം. അച്ഛാ, എന്റെ കാല് വേദനിക്കുന്നു അച്ഛാ. ഇത്തരം പ്രാകൃതമായ ശിക്ഷ നടപ്പാക്കിയാലേ എനിക്കത് മാനേജ്മെന്റിനോട് പറയേണ്ടി വരും. പരാതിപ്പെട്ടോ? അല്ലെങ്കിൽ തന്നെ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് വെല്ലു വിളിച്ചിരിക്കാൻ നിങ്ങളുടെ പുന്നാര മോള്. മോളെ, നീ താഴെ ഇറങ്ങും. ഇത് എന്റെ ക്ലാസ്സാ. ഇവിടെ എന്താ നടക്കണ്ടേന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നിങ്ങൾ വന്ന കാര്യം പറയും. ഞാൻ നിങ്ങളുടെ പൈസ തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. എങ്കിൽ അത് തന്നിട്ട് നിങ്ങക്ക് പോവാം. തൽക്കാലം ഞാൻ പോകുന്നു. പക്ഷേ ഇത് ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്റെ കുഞ്ഞു പാവാ. ആ പാവാണ്. ഇത് കണ്ടോ, ഈ സാരിയിൽ മഷി കുടഞ്ഞത് ഇവളല്ലേന്ന് ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്. അച്ഛനോട് ചിലപ്പോ അവള് കള്ളം പറയും. വീട്ടിൽ നിന്ന് പഠിക്കുന്നതാ കുട്ടികളെ ക്ലാസ്സിലും കാണിക്കാം. ഇത് നിങ്ങളുടെ കുട്ടിക്കുള്ള ലാസ്റ്റ് വാണിംഗാ. ഇനി മര്യാദയില്ലാതെ പെരുമാറിയ എനിക്ക് പ്രിൻസിപ്പളിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. He was small and dark. He looked no different from the million of other children born in India. Yet this was no ordinary child. He was to fight and overcome a great empire, and without taking to arms. അമ്മേ, നമ്മുടെ വീട് എവിടെയാ അമ്മേ? നമുക്ക് വീടില്ല മോനെ. അപ്പോ അമ്മ എവിടെ താമസിക്കുന്നേ? അമ്മ ഒരു ലേഡീസ് ഹോസ്റ്റലില്ല. എനിക്കിവിടെ കിടക്കണ്ട അമ്മ. ഞാൻ അമ്മയുടെ കൂടെ വരുക. ഇപ്പൊ മോൻ അമ്മയുടെ കൂടെ വന്ന അത് ശരിയാവില്ല. അമ്മ താമസിക്കുന്നിടത്ത് മോന് കയറാൻ പറ്റില്ല. കുറച്ചു നാള് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു വീട് ശരിയാക്കിയിട്ട് അമ്മ വന്ന് മോനെ കൂട്ടിക്കൊണ്ടു പോവാം.
അതുവരെ അമ്മ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മോനെ കണ്ടോളാം. വേണ്ടമ്മ, എന്നെ കൂട്ടിക്കൊണ്ടു പോവോ? മോന്റെ അസുഖമൊക്കെ മാറട്ടെ, എന്നിട്ട് അമ്മ വന്ന് കൂട്ടിക്കൊണ്ടു പോവാം. ജീവൻ, ആർ യു ഹാപ്പി? അതെ ഡോക്ടർ. അമ്മ അടുത്തിരിക്കുമ്പോ വല്ലാത്തൊരു സുഖം. ഡോക്ടർ, ഇപ്പൊ എനിക്ക് ഇവനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എന്റെ അവസ്ഥ എന്താണെന്ന് ഡോക്ടറോട് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ എന്നെ വിളിക്കണം. അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ഇറങ്ങിക്കോട്ടെ. പോണ്ടമ്മേ, പോണ്ട. പോണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.